എല്ലാവർക്കും ഗീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആസ്ട്രോഫോട്ടോഗ്രാഫി. നീ എന്തിനാടാ മുടി വെട്ടിയേ? എൻ്റെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചു. വല്ലാത്തൊരു ചേഞ്ച് ആയിപ്പോയി. സാരില്ല, മുടിയല്ലേ, വളർന്നോളൂ. നമ്മളിപ്പോൾ 200 സബ്സ് ആവാൻ പോവാം. ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യട്ടെ പ്ലീസ്. ശരി, ഓക്കെ. എല്ലാവർക്കും ഗീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസ്ട്രോഫോട്ടോഗ്രാഫിനെ പറ്റിയാണ്. എങ്ങനെ നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന നിക്കോണിൻ്റെ D5300 എന്നുള്ളൊരു ബേസിക് ക്യാമറ, 18-55mm കിറ്റ് ലെൻസ്, പിന്നെ ഒരു ട്രൈപോഡ്. ഇത് മൂന്നും വെച്ചാണ് ഞാൻ ആസ്ട്രോ എടുക്കാറ്. ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് ഏറ്റവും വൈഡസ്റ്റ് ലെൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വൈഡസ്റ്റ് ലെൻസ് ആണെങ്കിൽ നമുക്ക് സ്കൈ അത്രയും വൈഡായിട്ട് കിട്ടും. അതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പേർച്ചർ വൈഡ് ഓപ്പണായിട്ട് വയ്ക്കുക. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം, ഫോക്കസ് ഓട്ടോയിൽ നിന്ന് മാറ്റി മാനുവലിലേക്ക് വയ്ക്കുക. രാത്രി ചെന്ന് കഴിഞ്ഞിട്ട്, ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ. ISO സെറ്റ് ചെയ്യേണ്ടത് 1600 തൊട്ട് മുകളിലേക്ക് വയ്ക്കുക. അതാണ് 1600 ഒരു ബേസായിട്ട് വയ്ക്കുക. പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ടതനുസരിച്ച് കയറ്റി വിടുക. ഷട്ടർ സ്പീഡ് ചൂസ് ചെയ്യാനായിട്ട് 500 റൂളുണ്ട്. വേണേൽ യൂസ് ചെയ്യാൻ, ഞാൻ യൂസ് ചെയ്യാറുന്നില്ല. അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഞാനൊരു ചാർട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിപ്പം നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ എളുപ്പമുണ്ട്. നമ്മളെത്ര ഷട്ടർ സ്പീഡ് നമ്മൾ ഏതാ യൂസ് ചെയ്യണമെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് നമ്മളത് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരിതൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാർ ട്രയൽസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു 20 സെക്കൻഡ് 30 സെക്കൻഡ് വയ്ക്കുമ്പോൾ നക്ഷത്ര ആ സമയം കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ട്രെയിൽ വരുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഫോക്കൽ ലെന്ത് അനുസരിച്ച് നമ്മൾ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഈ 500 റൂൾ യൂസ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ശരിക്കും അതിലാണ് രസമുള്ളത് തന്നെ. ഓക്കെ, ഞാൻ 18mm ഏറ്റവും വൈഡസ്റ്റ് 3.5 അപ്പർച്ചർ, 1600 ISO, 20-30 ഇത്ര സെക്കൻഡുകൾക്ക് ഇടയിലായിരിക്കും ഞാൻ യൂസ് ചെയ്യാറ്. നമുക്ക് ഏതിലാണ് നല്ല കൂടുതൽ വട്ടമൊക്കെ കിട്ടി നല്ല മര്യാദയ്ക്ക് നല്ലൊരു പിക്ക് കിട്ടുക, അതിൽ നമ്മൾ എടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഫോക്കസിൻ്റെ കേസ്, രാത്രി ഏതിലൊരു ബ്രൈറ്റ് സ്റ്റാർ ഉണ്ടാവും. ഏറ്റവും ബ്രൈറ്റ് സ്റ്റാർ നോക്കുക. സൂം ചെയ്ത് നിൽക്കേണ്ട, പ്രൈമാണോ കുഴപ്പമില്ല. ഇപ്പം 1855 യൂസ് ചെയ്യണമെങ്കിൽ 18 തന്നെ വയ്ക്കുക. ഡിജിറ്റൽസും യൂസ് ചെയ്യുക. ക്യാമറയുടെ ലൈവ് വിട്ടിട്ട് ഡീറ്റെയിൽസും അതിലോട്ട് വെച്ചിട്ട് പയ്യെ ഫോക്കസും തിരിച്ച് ഫോക്കസ് സെറ്റ് ചെയ്യുക. അതാണ് എളുപ്പമുണ്ട്. ഇല്ലാണ്ട്, കാരണം ഇൻഫിനിറ്റി അല്ല, ഒരിക്കലും ഇൻഫിനിറ്റി അല്ല സ്റ്റാറിൻ്റെ നമ്മൾ ഫോക്കസ് സെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു പോയിൻ്റാണ്. ഒരു ബ്രൈറ്റ് സ്റ്റാർ നോക്കി ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ എൻ്റെ ഇതിനൊക്കെ റിങ് കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമുക്കൊരു ഇൻഫിനിറ്റി പോയിൻ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ലെൻസുകൾക്കൊക്കെ ഉണ്ട്, എൻ്റെ ലെൻസിന് അതില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുക. ഏറ്റവും ബ്രൈറ്റ് സ്റ്റാർ നോക്കുക, ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുക, സംഭവം റെഡി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കാം. ഞാൻ ആ ചാർട്ട് കാണിച്ചു തന്നല്ലോ അല്ലേ, ആ ചാർട്ട് നോക്കി നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫോക്കൽ ലെന്ത് ഏതാണോ അതനുസരിച്ച് ഷട്ടർ സ്പീഡ് ചൂസ് ചെയ്യുക. ഇത്ര കേസേ ഉള്ളൂ. പിന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആദ്യം തന്നെ രാവിലെ ഒന്ന് ചെല്ലുക. അവിടെ ചുറ്റുവട്ടമൊക്കെ നോക്കുക. വല്ല കൊക്കയുണ്ടോ ഫ്രണ്ടിലോ, അല്ലെങ്കിൽ വല്ല കാല് തട്ടി വല്ല വീഴുവോ, ഇതൊക്കെ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ രാത്രി തപ്പി തടഞ്ഞ് എവിടെയെങ്കിലും കിടന്നാൽ നമ്മൾ കിടന്നിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റിയ വലിയ പാടില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇച്ചിരി സേഫാണെന്നുള്ള സ്ഥലമൊക്കെ നോക്കി എടുക്കുക. പിന്നെ ശരിക്കും പോകാൻ നല്ല പിച്ച് ബ്ലാക്ക് ഏരിയ തന്നെ പോവുക. ഒരു തുള്ളി വട്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് തന്നെ പോവുക. അതാണെങ്കിൽ നല്ല ക്ലിയർ സ്കൈ ആയിരിക്കും. തീരെ വട്ടമില്ലെങ്കിൽ നക്ഷത്രങ്ങൾ നല്ല മിന്നി തിളങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ പിച്ച് ബ്ലാക്ക് ഏരിയയിലോട്ടൊക്കെ പോകണമെങ്കിൽ കൂട്ടിന് ഒരാളുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. പിന്നെ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ സിറ്റിയിൽ നിന്ന് മാറിയിട്ടൊരു സ്ഥലം ചൂസ് ചെയ്യുക. കാരണം ലൈറ്റ് പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഇതിപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുണ്ടമര പോയപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കാണാം ശരിക്കും സ്റ്റാർസുകൾ ഭയങ്കര കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കാണുന്ന ഒത്തിരി വട്ടം മേളിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്കവിടെ നക്ഷത്രങ്ങൾ കാണാൻ പറ്റാത്തത്. അല്ലാതെ അവിടെ നക്ഷത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല. ലൈറ്റ് പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റിയിൽ നിന്ന് മാറി തീരെ വെട്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോവുക. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഒഴിവാക്കുക. അതുപോലെ ഫുൾ മൂൺ, ചന്ദ്രനെയൊക്കെ മാക്സിമം ഇല്ലാത്ത ദിവസം നോക്കി ഇറങ്ങുക. എങ്കിലേ അല്ലാണ്ടും കിട്ടും കേട്ടോ, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചന്ദ്രനൊന്നും ഒരു വട്ടവും ഇല്ലാത്ത ഒരു രാത്രി ഇറങ്ങി നല്ല ക്ലിയർ സ്കൈ കാണാമെന്നുണ്ടെങ്കിൽ എടുത്താൽ
ഇഷ്ടം പോലെ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കിട്ടുന്നുള്ളതാണ്. ഞാൻ ആദ്യം നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുത്തപ്പോൾ എന്നെ ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് പിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതിന് മാത്രം നക്ഷത്രങ്ങൾ മേളിലുണ്ടെന്ന്. കാരണം നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഒത്തിരി അധികം നക്ഷത്രങ്ങൾ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. ട്രൈ ചെയ്യുക, ഇല്ലാണ്ട് വേറൊന്നും പറയാനില്ല. സേഫായിട്ട് ഒരു സ്ഥലത്ത് പോയി ട്രൈ ചെയ്യുക. പിന്നെ ബി ക്രിയേറ്റീവ്, ശരിക്കും അതാണ്. ആകാശം, നക്ഷത്രം, പിന്നെ താഴെ ഭൂമിയുണ്ടല്ലോ, ഭൂമിയിൽ മരങ്ങളുണ്ട്, മലകളുണ്ട്, നമ്മളുണ്ട്. നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റുകൾ എന്തൊക്കെ കയറ്റാൻ പറ്റുന്ന കാര്യം നമ്മൾ ചിന്തിക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ആസ്ട്രോഫോട്ടോഗ്രാഫി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വൈഡ് ലെൻസ് എടുക്കുക, ഉള്ള വൈഡ് വെച്ചെടുക്കുക, ലോവസ്റ്റ് അപ്പർച്ചർ, ഫോക്കസ് ബ്രൈറ്റ് സ്റ്റാർ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക, ISO ഒരു 1600, പിന്നെ ഷട്ടർ സ്പീഡ്. ഈ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഷട്ടർ സ്പീഡ് ചൂസ് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടിക്കോളും, ഒരുപാടുമില്ല. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് ദി ഔൾ ഗീക്ക് സൈനിങ് ഓഫ്.